പെരുന്നാൾ ട്രിപ്പിന് തുടക്കമായി. പുലർച്ചെ 3:30 വീട്ടിൽ നിന്നിറങ്ങി. അത് ഒരു മനോഹരമായ ചായക്കട. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. തരക്കേടില്ലാത്ത ചായ. ചില്ലുകൂട്ടിൽ നിന്നും ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന കൽ കേക്ക്. ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നേരം പരപര വെളുത്തു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കോട്ട മൈതാനത്തെത്തിച്ചേർന്നു. അവിടെ നോക്കുമ്പോഴതാ പിഷാരടി ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി തകൃതിയായി ഇൻ്റർവ്യൂയും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ടി വിയിൽ കിട്ടാനുള്ള സാധ്യത തന്നെ ചാനലിൽ കാണിക്കാൻ വേണ്ടി ഷെഫീഖ് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഷെഫീഖ് മാത്രമല്ല, തങ്ങളെ മിനി സ്ക്രീനിൽ കാണാനായി ഷിഫാസും ഐബിയും ബുദ്ധിമുട്ടുന്നത് കാണാൻ കഴിഞ്ഞു. പക്ഷേ കാര്യങ്ങൾ വൃഥായിലായി എന്ന് മാത്രം. ആരെയും ടി വിയിലോ വീഡിയോയിലോ കാണിച്ചതില്ല. പാലക്കാട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം നേരെ പൊള്ളാച്ചിക്ക് വെച്ച് പിടിച്ചു. അവിടെ നിന്നും മധുരൈ ഫേമസ് ജിഗർ തന്ത കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആ കട കണ്ടെത്തി അവിടെ കയറി. പാലക്കാടിലേറ്റ ചൂടിനെ പൊള്ളാച്ചിയിലെ ജിഗർ തന്ത കുടിച്ച് ഞങ്ങളുടെ ക്ഷീണമകറ്റി. എല്ലാവർക്കും ഇഷ്ടമായി. ജിഗർ തന്ത എന്നത് ഒരു പ്രത്യേക പാനീയമാണ്. കാണുമ്പോൾ തളുത്ത പാലട പോലെ തോന്നുമെങ്കിലും പാലടയല്ല, മറ്റൊരു സംഭവമാണ്. ദാഹമകറ്റി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ വഴിയരികിലായി 2 പേർ പരസ്പരം തല്ലുപിടിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ വണ്ടി സൈഡിൽ ഒതുക്കി ഇബ്രാഹിംകുട്ടി അവിടെ പോയി നിന്ന് കാഴ്ച കാണാൻ തുടങ്ങി. ഇടി മൂർച്ഛിച്ചില്ല എന്ന് കണ്ട് അയാൾ തിരികെ വീണ്ടും വണ്ടിയെടുത്ത് ഞങ്ങൾ തിരിച്ചു. പൊള്ളാച്ചി സ്പെഷ്യൽ തല്ലുംപിടി കണ്ട ശേഷം ഞങ്ങൾ കുറേ മുന്നോട്ട് പോന്നു. അപ്പോഴാണ് വഴിയരികിൽ ഒരു ബേക്കറി കണ്ടത്. അവിടെ നിന്നും നല്ല ചൂടുള്ള എഗ് പഫ്സ് പറഞ്ഞു. വളരെ വ്യത്യസ്തമായി തോന്നി. എഗ് പഫ്സിൽ മുഴുവനായും മുട്ടയുണ്ടായിരുന്നു. കൂടാതെ നല്ല ലെമൺ ടീയും. വരുന്ന വഴിയരികിൽ കരിമ്പ് ജ്യൂസ് കാണാനിടയായി. അങ്ങനെ കരിമ്പ് ജ്യൂസ് ഷിഫാസ് അത് ആർത്തിയോടെ വലിച്ചു കുടിച്ചു. ഇതിനിടയിൽ ഇടയ്ക്കെപ്പോഴോ ഞങ്ങൾ ഊണ് കഴിച്ചിരുന്നു. ശേഷം നാട്ടിലെത്തിയതുകൊണ്ട് അവിടെ നിന്നും ഒരു സ്വീറ്റ് പൊറോട്ട പറഞ്ഞു. ഷെഫീഖിനത് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഓരോ ഷെയ്ക്ക് പറഞ്ഞു. ഐബി അത് വലിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. ഷിഫാസിന് പ്രത്യേകം പറഞ്ഞത് ടെൻഡർ കോക്കനട്ടാണ്. അദ്ദേഹം അത് ടേസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോഴതാ ആ ചേച്ചി ഒരു കാപ്പിയുമായി വന്നു. ഐബി അത് വാങ്ങി കുടിച്ചു. അങ്ങനെ യാത്രാ വിവരണം കഴിഞ്ഞു.